ബസ് തടഞ്ഞു നിർത്തി നടു റൂട്ടിലിട്ടും പിന്നീട് പോലീസുകാർക്ക് മുന്നിലിട്ടുമാണ് മലയാളി വൈദികരടക്കമുള്ള സംഘത്തെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചത്. പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. മുനമ്പത്തെ ജനതയോടൊപ്പം അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കാളികളാകുകയാണ്. വളരെയധികം ആളുകൾ അതിനുവേണ്ടി അധ്വാനിച്ചു. അവരുടെ അധ്വാനത്തിന് 173 ദിവസം കഴിഞ്ഞപ്പോൾ ഫലം കാണുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. പല സന്ദർഭത്തിലും അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ വികാരിയായിരിക്കുന്ന ഫാദർ ആന്റണി തറയിലുമായിട്ടും അതുപോലത്തെ അവിടുത്തെ സമരസമിതിയുടെ നേതാക്കളുമായിട്ടൊക്കെ പലപ്പോഴും ആശയങ്ങൾ കൈമാറുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇടയായിത്തീരുകയൊക്കെ ചെയ്ത സന്തോഷം എനിക്കുമുണ്ട്. മാത്രമല്ല, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പുറകിൽ നിന്ന് വേണ്ടുന്ന നേതൃത്വം കൊടുത്തായിട്ടുള്ള ഫാദർ ജോഷി മയ്യാറ്റിലിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ അച്ഛനാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ മെത്രാൻ അംബ്രൂസ് തിരുമേനി, മറ്റ് പല സഭാ സമുദായ നേതാക്കന്മാരൊക്കെ അവിടെ വരികയും അവരെ ധൈര്യപ്പെടുത്തുകയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു. ചില രാഷ്ട്രീയ നേതാക്കന്മാരും വന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണകളും നൽകുകയും അവരൊക്കെ വാക്തത്വങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവർക്ക് ലഭിച്ച ഈ വിജയം അവിടുത്തെ ജനതയ്ക്ക് എക്കാലവും സുരക്ഷിതമായി കഴിയാൻ തക്കവണ്ണം അവരുടെ സ്വന്തം പാർപ്പിടങ്ങളിൽ പാർക്കുവാൻ, അവരുടെ സ്വന്തം വസ്തുക്കൾ കൈകാര്യം ചെയ്യുവാൻ, അവരുടെ പൂർവികന്മാർ വില കൊടുത്ത് വാങ്ങിയത് അവരുടെ സ്വന്തമാണെന്ന് അഭിമാനത്തോടുകൂടെ പങ്കുവെക്കുവാനും ജീവിക്കുവാനുള്ള ആ വലിയ സാധ്യത ഒരുക്കിയതിനായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകമായ നന്ദി, സ്നേഹം, കടപ്പാട്, അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങളൊക്കെ അർപ്പിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റ് ചില വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാതിരിക്കാൻ കഴിയുകയില്ല. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള ഉപദ്രവം അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുത. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായിട്ട് എല്ലാ മലയാളം ചാനലുകളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ എനിക്കിതിൻ്റെ വിവരങ്ങൾ കിട്ടുകയും ഞാൻ പല ചാനലുകളിലേക്ക് അത് കൈമാറുകയും ചെയ്തിരുന്നു. അവർ അന്വേഷിച്ചു കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുവാനും അത് നമ്മളുമായിട്ട് പങ്കുവെക്കാനൊക്കെ ഇടയായിത്തീർന്നു. ആ ഉപദ്രവങ്ങൾ പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ ജബൽപൂരിൽ നടന്നിട്ടുള്ള ആ പ്രശ്നം അത് രൂക്ഷമായി. അതിൻ്റെ പേരിൽ ഇപ്പോഴും ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളി വൈദികരായിരിക്കുന്ന 2 പേരെ അവിടെ പോലീസ് തടവിൽ വെക്കുകയും ആ പോലീസിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ അടക്കം മറ്റു പലരും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്ന് ഏപ്രിൽ 1 വിവിധ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് തീർത്ഥാടനത്തിനായി 60ഓളം പേർ ബസ്സിൽ യാത്ര തിരിച്ചു. വഴിയിൽ വെച്ച് ബസ് തടഞ്ഞ ഒരു സംഘം ആളുകൾ മതം മാറ്റ ശ്രമം ആരോപിച്ച് തീർത്ഥാടകരെ ക്രൂരമായി മർദ്ദിച്ചു. സംഭവം അറിഞ്ഞ് കാര്യങ്ങൾ തിരക്കാനെത്തിയതായിരുന്നു മലയാളി വൈദികരായ ഫാദർ ഡേവിസും ഫാദർ ജോർജ് തോമസും. ഇരുവരെയും പോലീസിന് മുന്നിലിട്ടാണ് മർദ്ദിച്ചവശരാക്കിയത്. ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ പകർത്തിയ VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇത്തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ നടക്കുമ്പോൾ പോലീസൊക്കെ സമീപ പ്രദേശത്ത് നോക്കി നിൽക്കുന്നു. അവരെ അതിനെതിരെ ഒരു പാടില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുവാനൊന്നും തന്നെ മനസ്സ് കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഭരണകൂടത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ്, അവരുടെ ആശീർവാദത്തോടു കൂടിയാണ്. ഞാനിപ്പോൾ നമ്മുടെ ദേശത്ത് നിന്ന് സഹമന്ത്രിയായിരിക്കുന്ന ശ്രീ ജോർജ് കുര്യൻ സാറിനോടും അതേപോലെ തന്നെ തൃശ്ശൂരിലെ ജനത അഭിമാനപൂർവ്വം ജയിപ്പിച്ചു വിട്ട നമ്മുടെ സഹമന്ത്രിയായിരിക്കുന്ന സിനിമാ നടൻ സുരേഷ് ഗോപി സാറിനോടും വളരെ ആഗ്രഹത്തോടു കൂടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ 2 പേരും പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ക്രൈസ്തവരുടെയൊക്കെ സംരക്ഷകരായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് വളരെ സന്തോഷകരം തന്നെയാണ്. അങ്ങനെയാണല്ലോ നിങ്ങൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല വേദികളിലും പ്രത്യേകിച്ച് കേരളത്തിൽ വരുമ്പോഴൊക്കെ സംസാരിക്കാറുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ, നിങ്ങളുടെ അധരങ്ങൾ അടഞ്ഞു പോയിട്ടില്ലെങ്കിൽ പാർലമെൻറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയമൊന്ന് അവതരിപ്പിക്കാനുള്ള ശക്തിയുണ്ടോ? അതിനുള്ള കഴിവുണ്ടോ? അതിനുള്ള ആർജവമുണ്ടോ സർ? നിങ്ങൾ 2 മലയാളി വൈദികർ മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷം ജനുവരി മാസം മുതൽ നോക്കിയാൽ പല ആളുകളും, 100 കണക്കിന് ആളുകൾ UPയിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും മറ്റുള്ളവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു എന്ന പേരിൽ അവരോട് സുവിശേഷം പങ്കുവെക്കുകയോ അവർക്ക് നന്മ ചെയ്യുകയോ ചെയ്തിട്ടുള്ള ആളുകളെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. ലിസ്റ്റുണ്ട് സർ, എൻ്റെ കയ്യിൽ അതിൻ്റെ ലിസ്റ്റുണ്ട്, വേണമെങ്കിൽ തരാം. അവരുടെ പേരുണ്ട്, ഏത് മാസം, ഏത് തീയതി, ഏത് ജയിലിൽ അവർ കിടക്കുന്നു എന്നുള്ളതിൻ്റെ ലിസ്റ്റുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ
നിങ്ങൾ കേരളത്തിൽ വന്നിട്ട് മലയാളി ക്രൈസ്തവരുടെ ഇടയിൽ നിങ്ങളുടെ അഭിമാനമൊക്കെ ഉയർത്തുന്നവരാകിയാൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പാർലമെന്റിൽ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങൾ മന്ത്രിമാരാണല്ലോ. അവിടങ്ങളിലുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രിമാരെ വിളിച്ചിട്ട് പാടില്ല, ഈ രാജ്യമെന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണെന്നും ഈ രാജ്യത്തിൽ ഏത് പൗരനും ഏത് വിശ്വാസം സ്വീകരിക്കുവാനുള്ള അവകാശം ഭരണഘടന നൽകുന്നു എന്നുള്ളതും ധൈര്യത്തോടെ പറയാൻ സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കുകയില്ല സാർ. കാരണം നിങ്ങൾ പറയേണ്ടുന്നതായിട്ടുള്ള ആ നാവിനെ വേറെ ചില കാര്യത്തിന് വേണ്ടി പണയം വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പണയം വെച്ചിരിക്കുകയാണ് സർ. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, അത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് മനുഷ്യനെ പരിവർത്തനത്തിലേക്ക് നയിക്കാനായിട്ടാണ്. മാനവരാശിയെ മനുഷ്യരാശിയെ മനുഷ്യരായി കാണണമെന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ എതിർക്കുന്നതും ഞങ്ങളെ ജയിലിലേക്ക് തള്ളുന്നതും സാർ. യാതൊരു സംശയമില്ല അതിന്. അതുകൊണ്ട് മാത്രമാണ് സാർ നിങ്ങൾക്കെപ്പോഴും അവർ ചണ്ടാളന്മാരായിട്ടിരിക്കണം, നിങ്ങൾക്കെപ്പോഴും അവർ ഐക്യത്തിൽ നിൽക്കണം, അകൽന്ന് നിൽക്കണം, അവർ അധികാരത്തിൽ വരാൻ പാടില്ല, അവർക്ക് ഇപ്പോഴും അസ്പൃശ്യതയിൽ നിൽക്കണം, അസ്പൃശ്യരായിട്ട് നിൽക്കണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് സാർ. നിങ്ങളും സവർണാധിപത്യത്തിന്റെ കീഴിലാണ്, അതിന്റെ ഘടകമാണ് നിങ്ങൾ. അതുകൊണ്ട് ഇവിടുത്തെ അവർണരായിട്ടുള്ള താഴേക്കടയിലുള്ള ജനത, ഗോത്രവർഗക്കാർ, അവർ ഉയർന്നു വരുവാൻ, അവർ ഒന്ന് നന്നാകുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല സർ. അതിന് നിങ്ങൾ പുനർജനിക്കണമെന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം. പൂണൂലിട്ടാൽ മാത്രമേ സാധിക്കൂ എന്നാണ് നിങ്ങളുടെ താല്പര്യം. അതൊക്കെ എത്ര ഹീനമാണ് സർ. ഇങ്ങനെയാണോ നിങ്ങളൊരു ഭരണഘടനയെ കാണേണ്ടുന്നത്? ഒരു രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരുമ്പോൾ അതിനെ ഹനിക്കുന്ന വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ ഭരണകൂടം പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന, നിങ്ങൾ നിയമിച്ചാക്കിയിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കാരണം നിങ്ങൾ അടിമകളാണ് സർ, രാഷ്ട്രീയത്തിന്റെ അടിമകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ വിധത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് വിജയം ഘോഷിക്കുമ്പോൾ ഓർക്കണം, അപ്പുറത്ത് മറുപുറത്ത് ഒരുപാട് പേര് ഈ ഒരു വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ഏതിൻ്റെ പേരിലാണോ അഭിമാനം കൊള്ളുന്നത് അതിൻ്റെ പേരിൽ അവർ തടവിൽ കിടക്കുകയാണ്. അവർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്, ജാമ്യം പോലും നിഷേധിച്ചിരിക്കുകയാണ് അവർക്കൊക്കെ. അപ്പോൾ അതിനെ ചെറുതായി കാണാൻ കഴിയില്ല. ജബൽപൂരിലേക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് പോയിട്ട് ആ 2 അച്ഛന്മാരെ ഒന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവരുവാൻ? അവരോടൊപ്പം സഞ്ചരിച്ചതായിട്ടുള്ള ആ പാവപ്പെട്ട ഗോത്രവർഗ്ഗക്കാരെ ഒന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിച്ചതാ, ഒന്ന് തെളിയിച്ചതാ. എന്നിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് വീമ്പടിക്കുക. അതാണ് ചെയ്യേണ്ടത്. സിനിമ സ്റ്റൈലിൽ ഡയലോഗ് അടിച്ചാൽ പോരാ സാർ. മനുഷ്യത്വത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കി അവരുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങി വരാനായിട്ട് മനസ്സ് കാണിക്കണം. അപ്പോഴാണ് നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് വേദനയോടുകൂടെ, സങ്കടത്തോടുകൂടെ, നെടുവീർപ്പോടുകൂടെ പറയട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്ന ക്രൂരതയുണ്ടല്ലോ ക്രൈസ്തവ സമൂഹത്തിനെതിരെ, പാവപ്പെട്ട ക്രിസ്ത്യാനികൾ, പാവപ്പെട്ട ജനത, അവർക്കെതിരെ നിങ്ങൾ കാണിക്കുന്ന ഈ ക്രൂരത, അത് വേറെ ചില കാര്യങ്ങൾ കൊണ്ട് മറച്ചു വെക്കാം, മൂടുപടമിട്ട് മറയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ വെളിപ്പെടും സാർ. നിങ്ങളുടെ ഇരട്ട മുഖം കൃത്യമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും സാർ. അതുകൊണ്ട് ഇതിൻ്റെ മേൽ നടപടി എത്രയും വേഗത്തിൽ ആ പാവപ്പെട്ട ജനതയെയും ജയിലിൽ കിടക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ജനതയെ വിടുവിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വൈദികരെ റിലീസ് ചെയ്യുകയും ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇതൊരു അഭ്യർത്ഥനയാണ്, അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ തേക്കടയിൽ അച്ഛൻ.